ഗൈസ്, അപ്പം ഞാൻ തൃശ്ശൂരെത്തി. ഹലോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ പോകുന്നത് തൃശ്ശൂരിക്കാണ്. എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ പോകാനൊരു തോന്നൽ വന്നു, അതുകൊണ്ട് പോകുന്നു. എനിക്ക് എന്തെങ്കിലും സങ്കടമോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഒരു ഉൾവിളി വരും, അങ്ങനെ ഒരു വിളി വന്നപ്പോൾ പോവാ. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇതിനു മുന്നേ ഞാൻ 2 തവണ പോയിട്ടുള്ളതുകൊണ്ട് വഴിയൊക്കെ ഏകദേശം അറിയാം. അപ്പോൾ ഒരു 11 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞാനൊരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ടാണ് ബസ് കയറിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒറ്റപ്പാലം സ്റ്റാൻഡ് എത്തി. അവിടുന്ന് നേരെ ഡയറക്റ്റ് തൃശ്ശൂർക്കുള്ള ബസ്സാണ് കയറിയത്. ഗൈസ്, അങ്ങനെ ഞാൻ എന്താ തൃശ്ശൂർ എത്തി. നേരെ ചെന്നിറങ്ങിയത് പാറമേക്കാവിന്റെ ഫ്രണ്ടിലാണ്. അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് നടന്നപ്പോഴേക്ക് ദേ ഈ സ്ഥലത്തെത്തി. പിന്നെ കുറച്ച് നടന്നപ്പോഴേക്കും ഞാൻ ദേ അമ്പലത്തിന്റെ ഒരു സൈഡിലെത്തി. എന്നിട്ട് ഞാൻ അവിടെ ഉള്ള ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ദേ ഇതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടേക്ക് ആസ്വദിച്ചിരുന്ന് പിന്നെ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് നോക്കിയപ്പോൾ തന്നെ ദേ ഈ ഒരു ഷോപ്പാണ് കണ്ടത്. അപ്പോൾ അവിടെ കയറി വീണ്ടും ഒരു പഴംപൊരിയും ചായയും പറഞ്ഞു. അവിടുന്ന് ചായ കുടിച്ചിറങ്ങിയപ്പോഴേക്കും നല്ല അടിപൊളി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഷോപ്പിന്റെ അപ്പുറത്തുള്ള ഒരു ഫാൻസി ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് നിന്നിരുന്നത്. ഒറ്റമൈൻഡ് പോകുന്നോണ്ട് എന്നെ കോട എടുക്കാൻ മറന്നു. പിന്നെ വെറുതെ നിൽക്കല്ലേന്ന് വിചാരിച്ച് ഞാൻ ഷോപ്പിന്റെ അകത്ത് കയറി ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ പിന്നെ മാല വാങ്ങിക്കാന്ന് വിചാരിച്ച് ഞാൻ എന്തിനോ വേണ്ടി ഒരു മാല വാങ്ങിച്ചിട്ടുണ്ട്. ആ ഷോപ്പിലുള്ള ചേച്ചി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ കുറച്ചൊന്ന് തോർന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. എന്നിട്ട് നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നു. പിന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പിന്നെയും തോർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ വിട്ടു ആനേനെ കാണാൻ. അപ്പോൾ ആനയും കൂടെ കണ്ട് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവാണ്, വീട്ടിലേക്ക് പോവാണ്. ഐ എം ഹാപ്പി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പാർക്ക് ഇതാണ് കേട്ടോ. ബസ് കയറുന്നതിന് മുന്നേ ഒരു കട്ട്ലേറ്റും പിന്നെ ഒരു ചായയും കുടിച്ചിട്ടാണ് ഞാൻ ബസ് കയറിയിട്ടുള്ളത്. ഇത് ഞാൻ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ നിന്ന് എടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ബസ് കയറി വീട്ടിലെത്താൻ നേരത്തെ ഇരുട്ടായിട്ടുണ്ട്. ഞാൻ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.